ഹായ്, എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 മോഡൽ ടിയാഗോ ഇവിയുടെ മിഡ് വേരിയൻ്റായ XT വേരിയൻ്റാണ്. നമുക്ക് XE, XT, XZ പ്ലസ് ലക്സ് ഇങ്ങനെ 3 മോഡലിലാണ് ഇപ്പോൾ 2025 ടിയാഗോ ഇവി അവൈലബിൾ ആയിട്ടുള്ളത്. ഈ XT വേരിയൻ്റ് നമുക്ക് മിഡ് റേഞ്ചിലും ലോങ് റേഞ്ചിലും അവൈലബിൾ ആണ്. അപ്പോൾ 2025 വന്നപ്പോൾ ഈ വാഹനത്തിൽ എന്തെല്ലാം ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത്, എത്രയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 2025 മോഡൽ ടിയാഗോ ഇവിയുടെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ പഴയ ടിയാഗോ ഇവി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ പുതിയ മാറ്റങ്ങൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും. അതുപോലെ തന്നെ ഇപ്പോൾ ടിയാഗോ കുറച്ചും കൂടി ഒരു പ്രീമിയം ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു മാറ്റം നമ്മുടെ ഈ ഫ്രണ്ടിലെ ബമ്പറിൽ വന്നിരിക്കുന്ന മാറ്റമാണ്. ഇതിപ്പോൾ നമ്മളുടെ നെക്സോൺ ഇവിയിലൊക്കെ കണ്ട ടൈപ്പ് ഒരു ഗ്രില്ലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താണെങ്കിലും കുറച്ചും കൂടി ഒരു അഗ്രസീവ് ലുക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലൈൻസ് ഇത് നമ്മളുടെ ഇവിയിൽ ഒരു ഗ്രീൻ കളറിലാണ് വന്നിരുന്നത്. ഇപ്പോൾ ഇതൊരു ഗൺ മെറ്റൽ ഗ്രേ കളറിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലോഗോയും കുറച്ചും കൂടി വലിപ്പം വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരു ചെറിയ ലോഗോ ആയിരുന്നു വന്നതെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി വലിപ്പമുള്ള ലോഗോ. അത് പൊസിഷൻ ചെയ്തിരിക്കുന്നത് ഫുള്ളി ബ്ലാക്ക് കളറിലുള്ള പാനലിലാണ്. അപ്പോൾ എന്താണെങ്കിലും ആ ലോഗോ കാര്യങ്ങളെല്ലാം പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്ന രീതിയിലാണ് വരുന്നത്. ഹെഡ്ലൈറ്റിലേക്ക് വന്നാൽ ആ ഒരു ഡിസൈൻ എലമെൻറ്റ് സെയിം ആണ് എങ്കിലും നമുക്ക് ഹാലജനായിട്ടാണ് ഫുൾ യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ഹെഡ്ലൈറ്റ് ഹൈ ബീമും ലോ ബീമും അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. അതിന് ചേർന്ന് തന്നെ പാർക്ക് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ആ ഒരു യൂണിറ്റിൽ തന്നെയാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. ഫുൾ ഹാലജനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ XZ പ്ലസ് ലക്സിൽ നമുക്ക് LED ഹെഡ്ലൈറ്റുകളാണ് വരുന്നത്. അതിന് താഴെ നമുക്ക് ഫോഗ് ലൈറ്റ് വരുന്നില്ല. ഫോഗ് ലൈറ്റ് വേണമെങ്കിൽ നമുക്ക് ആക്സസറി ആയിട്ട് ചെയ്യാം. ടോപ്പ് എൻഡിൽ ഫോഗ് ലൈറ്റ് വരുന്നുണ്ട്. അതിന് ചുറ്റും ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇവിടുത്തെ ഈ ഒരു ലൈൻസ് നമുക്ക് ടോപ്പ് എൻഡിൽ ഇവിടെ ഒരു DRL പോലെ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ വേരിയൻറ്റിൽ അതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. ബമ്പറിൻ്റെ ലിപ്പ് കാര്യങ്ങളെല്ലാം ഒരു സ്പോട്ടി ലുക്ക് തരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. എന്താണെങ്കിലും ആ ഫ്രണ്ടിൽ നിന്നുള്ളൊരു മാറ്റം പഴയ ടിയാഗോയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ലൊരു കുറച്ചും കൂടി ഒരു പ്രീമിയം ലുക്ക് തരുന്നുണ്ട്. വശങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് മേജർ ആയിട്ടുള്ള ചേഞ്ചസ് മനസ്സിലാവുന്ന നമ്മുടെ വീൽ കപ്പിൻ്റെ ഡിസൈൻ ചേഞ്ച് ആയിട്ടെന്നുള്ളതാണ്. ഇതിപ്പോൾ നമുക്ക് ഒരു പുതിയ ഡിസൈനിലാണ് വീൽ കവറുകൾ കൊടുത്തിരിക്കുന്നത്. അത് ലോങ്ങിലൊക്കെ നോക്കുമ്പോൾ അലോയ്സ് പോലെ തോന്നും. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിലെ ഡ്രം ബ്രേക്കുകളുമാണ്. ടയർ സൈസിൽ മാറ്റമൊന്നുമില്ല. നമുക്ക് 175, 65 R14 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളാണ്. ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ നമുക്ക് അലോയ്സ് വരുന്നില്ല. നമ്മുടെ ഹൈപ്പർ സ്റ്റൈൽ വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ .EV എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണാം. മിറേഴ്സിൽ നമ്മളുടെ ഇൻഡിക്കേറ്റേഴ്സ് ഇൻസെർട്ട് ചെയ്തിട്ടുണ്ട്. LED ഇൻഡിക്കേറ്റേഴ്സ് ആണ്. കീലെസ് എൻട്രി പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും തന്നെ വരുന്നില്ല. ടോപ്പ് എൻഡിൽ നമുക്ക് ഇവിടെ ഒരു ക്രോം ഫിനിഷ് കാര്യങ്ങൾ കാണാം. ഈ ഒരു XT വേരിയൻറ്റിൽ നോർമൽ ആൻറ്റിനയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ടോപ്പ് എൻഡിൽ ഷാർഫിൻ ആൻറ്റിനയാണ് വരുന്നത്. ടിയാഗോയിൽ പുതിയ അപ്ഡേറ്റ് വന്നപ്പോഴും സൺറൂഫ് പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും ടാറ്റ ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പഴയ ടിയാഗോ ആയിട്ട് പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും വരുന്നില്ല. സെയിം ലുക്ക് കാര്യങ്ങളാണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് സ്പോയിലർ കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് വരുന്നില്ല. സ്പോയിലർ വേണമെങ്കിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഈ സൈഡിൽ സ്പോയിലറിൻ്റെ ഒരു ലിപ്പ് പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിരിക്കുന്നു. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പുകൾ വരുന്നുണ്ട്. ബാക്കിലെ ഗ്ലാസ് വാഷർ ആൻഡ് വൈപ്പർ ഡിഫോഗർ ഒന്നും തന്നെ ഈ ഒരു വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ടാറ്റ എന്ന് പറഞ്ഞ ലോഗോ, ടിയാഗോ EV എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം. വേറെ വേരിയൻറ്റിൻ്റെ ബാഡ്ജിങ്ങും കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ടൈലറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ ഹാലജനായിട്ടാണ് വരുന്നത്. സ്റ്റോപ്പ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഇൻഡിക്കേറ്റേഴ്സ്, റിവേഴ്സ് ലൈറ്റ്. നമുക്ക് 2 പാർക്കിംഗ് സെൻസേഴ്സാണ് ഈ വാഹനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബാക്കിലെ ബമ്പർ കാര്യങ്ങളെല്ലാം നമുക്ക് ഒരു സ്പോർട്ടി ലുക്ക് തരുന്ന രീതിയിലാണ് ബമ്പർ ലിപ്പ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ഒന്നും തന്നെ വരുന്നില്ല. നമ്മൾ വാഹനത്തിൻ്റെ അകത്തുനിന്ന് തന്നെ ബൂട്ട് അൺലോക്ക് ചെയ്യേണ്ടി വരും. ഒരു ഹാൻഡിൽ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. സെയിം സൈസ് ആയിട്ടുള്ള ബൂട്ട് സ്പേസ് കാര്യങ്ങളാണ്. ബാക്കിൽ ഫിക്സഡ് ഹെഡ് റെസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. വേറെ എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇവിടെ 3 kg എന്ന് പറയുന്ന ഒരു ബാഡ്ജും കൊടുത്തിട്ടുണ്ട്. അത് 3 kg വരെ ഹാങ് ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിലാണ്. സ്പെയർ വീല് കാര്യങ്ങളൊന്നും നമുക്ക് EVയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ജസ്റ്റ് ഒരു പഞ്ചർ കിറ്റ് മാത്രമാണ് വരുന്നത്. ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 240 ലിറ്റർ ആണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അത് പഴയ EVയുടെ സെയിം ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും തന്നെ വരുന്നില്ല. ഇനി നമുക്ക് ഇൻറ്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരു ഡ്യുവൽ ടോൺ കളറിലാണ് ഇപ്പോൾ ഇൻറ്റീരിയർ വരുന്നത്. ടോപ്പ് ഒരു ബ്ലാക്ക് ഫിനിഷിലും താഴെ ഒരു ഓഫ് വൈറ്റ് കളർ എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. മേജറായിട്ടുള്ള ചേഞ്ച് ഈ ഒരു വേരിയൻറ്റിൽ വന്നിരിക്കുന്നത് നമ്മുടെ സ്റ്റിയറിംഗ് വീല് നെക്സോണിലൊക്കെ കണ്ട രീതിയിലുള്ള സ്റ്റിയറിംഗ് വീലിലേക്ക് ചേഞ്ച് ആയി എന്നുള്ളതാണ്. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡ്യുവൽ ടോൺ കളർ കാണാം. ഇതൊരു ബ്ലാക്ക് അല്ല, ഒരു ലൈറ്റ് ബ്ലാക്ക് കളർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് ഹെഡ്ലൈറ്റ് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലുള്ളൊരു ഫ്ലിപ്പ് കീയും ഒരു നോർമൽ കീ ആണ് കൊടുത്തിരിക്കുന്നത്. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ, ലോക്ക് ആൻഡ് അൺലോക്ക്. പിന്നെ ഡോർ ഹാൻഡിലുകൾ നമുക്ക് ആ ഒരു ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. നമുക്കിവിടെ
മിറേഴ്സ് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്, ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല, ജസ്റ്റ് റിക്ലൈൻ്റെ ഓപ്ഷൻ മാത്രമേ വരുന്നുള്ളൂ. EV ആയതുകൊണ്ട് 2 പെഡലുകൾ കാണാം. ഇവിടെ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. നമ്മുടെ AC വെൻസിന് ചുറ്റും ഒരു ബ്ലാക്ക് ഫിനിഷ്, അതിനകത്തൊരു ക്രോം ഇൻസൈറ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ മേജർ ആയിട്ടുള്ള ഒരു ചേഞ്ച് വന്നിരിക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റിയറിംഗ് വീല് നമ്മുടെ നെക്സോണിലൊക്കെ കണ്ട് ഇലുമിനേറ്റർ സ്റ്റിയറിംഗ് വീലിലേക്ക് ചേഞ്ച് ചെയ്തെന്നുള്ളതാണ്. XT വേരിയന്റിൽ ആ പഴയ ഒരു ഹാർമന്റെ 7 ഇഞ്ചിന്റെ ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ തന്നെ കൊടുത്തിരിക്കുന്നു. നമ്മുടെ XZ ലക്സ് വേരിയന്റിൽ നമ്മുടെ നെക്സോണിലൊക്കെ കണ്ട 10.25 ഇഞ്ചിന്റെ ഇൻഫർടൈൻമെന്റ് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്ന മൾട്ടി ഫംഗ്ഷനിലാണ്. ഇടത് വശത്ത് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു. നമുക്ക് 2 സ്പോക്ക് സ്റ്റിയറിംഗ് ആണ്, താഴെ ഒരു ബ്ലാക്ക് ഫിനിഷ് കാണാം. പിടിക്കാനൊക്കെ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. ഇടതുവശത്ത് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റ്, ഓട്ടോ വൈപ്പേഴ്സ് ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ നമ്മുടെ പഴയ ടിയാഗോ EVയിൽ കണ്ട സെയിം മോഡൽ ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് എത്ര റേഞ്ച് ബാലൻസ് ഉണ്ട്, എത്ര കിലോമീറ്റർ ഓടി, അങ്ങനെ അത്യാവശ്യം ഒരു EV വാഹനത്തിൽ ബേസിക് ആയിട്ട് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ആ ക്ലസ്റ്റർ യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാറ്ററി പെർസെന്റേജ് എല്ലാം ഒരു ലൈറ്റ് ഇൻഡിക്കേഷനോട് കൊടുത്തിരിക്കുന്നു. പിന്നെ ഒരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ കാണാം. പിന്നെ TPMS ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ 90% ബാറ്ററിനകത്ത് ബാലൻസ് ഉള്ളത്, 38.8 കിലോമീറ്റർ ഓടാനായിട്ടുള്ള ഒരു റേഞ്ച് ഇത് കാണിക്കുന്നുണ്ട്. പിന്നെ ടോട്ടൽ ഓടിയിരിക്കുന്നത് 38.8 കിലോമീറ്റർ ആണ്. അങ്ങനെ ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ നിന്ന് അറിയാനായിട്ട് പറ്റുക. പിന്നെ യൂഷ്വൽ സ്പീഡോമീറ്റർ പോലെയുള്ള കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ പഴയ ടിയാഗോയിലൊക്കെ കണ്ടുവരുന്ന സെയിം ഹാർമന്റെ ഇൻഫർടൈൻമെന്റ് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. 4 സ്പീക്കറും മാത്രമേ വരുന്നുള്ളൂ. ട്യൂട്ടറൊന്നും ഈ XT വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർഡ് ആയിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അത് ഉപയോഗിച്ച് നമുക്ക് മാപ്പ് കാര്യങ്ങളെല്ലാം ഫംഗ്ഷൻ ചെയ്യാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസും നല്ല മ്യൂസിക് ക്ലാരിറ്റിയും തരുന്ന ഒരു സിസ്റ്റമാണ്. 4 സ്പീക്കറോട് കൂടിയ സിസ്റ്റമായിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാറ്ററി റീജനിന്റെ ഒരു ബട്ടണുകൾ കൊടുത്തിരിക്കുന്നു. ഇത് നമ്മുടെ ഫ്രണ്ടിലെ ബാറ്ററി മീൻസ് ചാർജ് ചെയ്യുന്നത് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ബട്ടണാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ XT വേരിയന്റിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിന്റെ യൂണിറ്റ് കാണാം. അതിന്റെ കുറെ ഫിസിക്കൽ ബട്ടണുകൾ കാര്യങ്ങൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് താഴേക്ക് വന്നാൽ നമുക്ക് ഇവിടെ ഒരു USB കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു 12 വോൾട്ടിന്റെ ചാർജിംഗ് പോർട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളുടെ ഡ്രൈവ് സെലക്ടർ കാണാം, ന്യൂട്രൽ, റിവേഴ്സ്, ഡ്രൈവ്, സ്പോട്ട്, ഒരു സ്പോട്ട് മോഡും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിവിടെ നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് ചെറിയ സ്റ്റോറേജ് സ്പേസ് ആണ്, സെന്റർ ആംബസ്റ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇതിന്റെ സീറ്റിന്റെ ഫാബ്രിക്സിൽ അത്യാവശ്യം നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ നെക്സോണിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഫാബ്രിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് ഫ്രണ്ടിലെ 2 സീറ്റുകൾ നമുക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ്റെസ്റ്റോട് കൂടി നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും വരുന്നില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത്. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ് ഉണ്ട്, മിറർ കാര്യങ്ങളൊന്നുമില്ല. സെന്റർ IRVMs മാനുവൽ ഡിമ്മിംഗ് ഉള്ള IRVMs ആണ്. ഡ്രൈവർ സൈഡിലും സൺവൈസേഴ്സ് വരുന്നുണ്ട്. ജസ്റ്റ് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് വരുന്നത്. നമുക്ക് സെന്ററിലെ റീഡിംഗ് ലൈറ്റ് വരുന്നത് LED ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഉള്ള ഒരു മിഡ് വേരിയന്റ് ആണ് ശരിക്കും ഈ XT വേരിയന്റ്. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഡോറുകളാണ്. ടിയാഗോയിൽ നമുക്കൊരു 80 ഡിഗ്രിയാണ് ഡോറുകൾ വൈഡായിട്ട് തുറക്കുള്ളൂ. ഡോർ പാഡ ഡ്യുവൽ ടോൺ കളറിൽ കൊടുത്തിരിക്കുന്നത്. ഇവിടെയെല്ലാം ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് വരുന്നത്. ട്യൂട്ടർ ഗ്രില്ല് മാത്രമേ ഉള്ളൂ, ട്യൂട്ടർ വരുന്നില്ല. ഡോർ ഹാൻഡിൽസും നമുക്ക് ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്, മാറ്റ് ബ്ലാക്കിൽ. പവർ വിൻഡോന്റെ കൺട്രോൾ കാണാം, ബോട്ടിൽ ഹോൾഡേഴ്സ്, സ്പീക്കർ ഗ്രില്ല് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ നമുക്ക് ഫിക്സഡ് ഹെഡ് റെസ്റ്റോട് കൂടിയ സീറ്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 3 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകൾ വരുന്നുണ്ട്. 2 പേർക്കുള്ള ഹെഡ് റെസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ബാക്കിലേക്ക് AC വെൻസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ബാക്കിലെ സ്പേസിൽ കാര്യങ്ങൾക്കൊന്നും പ്രത്യേകിച്ച് ചേഞ്ചസ് വന്നിട്ടില്ല. ഇപ്പോൾ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഒരു ഹൈറ്റിനാണ് ഇരിക്കുന്നത്. അത്യാവശ്യം ലെഗ് റൂം ആൻഡ് നീ റൂം നമുക്ക് കാണാനായിട്ട് പറ്റും. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഹെഡ് റൂം ഉണ്ട്. നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 5 സെന്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് വേണം. വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 2 പേർക്ക് കംഫർട്ടായിട്ട് യാത്ര ചെയ്യാം, 3 പേർക്ക് അഡ്ജസ്റ്റ് ചെയ്തിരുന്ന് യാത്ര ചെയ്യേണ്ടി വരും. ബാക്കിലേക്ക് നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. വേറെ റീഡിംഗ് ലൈറ്റ് കാര്യങ്ങളൊന്നും ബാക്കിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പാഴ്സൽ ട്രേ വരുന്നില്ല. പാഴ്സൽ ട്രേ നമുക്ക് വേണമെങ്കിൽ ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യേണ്ടി വരും. 2025 മോഡൽ ടിയാഗോ EV XT വേരിയന്റിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഗ്ലോബൽ എൻക്യാപ്പിൽ 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ് നമ്മുടെ ടിയാഗോ. ABS EBD 2 എയർ ബാഗ് ഇത് സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാ വേരിയന്റിലും കൊടുത്തിരിക്കുന്നു. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഹിൽ ഹോൾഡും ESPയും അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. അതായത് ബേസ് വേരിയന്റിലും സെക്കൻഡ് വേരിയന്റിലും ABS EBDയും 2 എയർ ബാഗ് മാത്രമാണ് സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ നമുക്ക് XE ബേസ് വേരിയന്റ് ഇപ്പോൾ 8,78,000 രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ആ വേരിയന്റിൽ നമുക്ക് 19 കിലോ വാട്ടിന്റെ ഒരു ബാറ്ററി പാക്കാണ് വരുന്നത്. 250 കമ്പനി ക്ലെയിം ചെയ്യുന്ന റേഞ്ച്. റിയൽ ലൈഫിൽ ഒരു 150-170 ഇടയ്ക്കൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം.
നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന XT വേരിയന്റിൽ നമുക്ക് മിഡ് റേഞ്ച് ഉള്ളതും ലോങ് റേഞ്ച് ഉള്ളതും അവൈലബിൾ ആണ്. മിഡ് റേഞ്ച് ഉള്ള വേരിയന്റിന് 9,86,000 രൂപയും നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ലോങ് റേഞ്ച് വേർഷൻ ആണ്. ഇതിന് 11,21,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഈ ലോങ് റേഞ്ച് വേർഷനിൽ നമുക്ക് 26 കിലോ വാട്ടിന്റെ ബാറ്ററി പാക്കാണ്. 315 കമ്പനി ക്ലെയിം ചെയ്യുന്ന റേഞ്ച്. റിയൽ ലൈഫിൽ ഒരു 200-നും 250-നും ഇടയ്ക്കൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ടോപ്പ് എൻഡ് വേരിയന്റായ XZ പ്ലസ് ലെക്സ് നമ്മൾക്ക് ലോങ് റേഞ്ചിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 12,30,000 രൂപ. അപ്പോൾ ഇതാണ് 2025 മോഡൽ ടിയാഗോ EV. 2024 കമ്പയർ ചെയ്യുമ്പോൾ മേജർ ആയിട്ടുള്ള ഡിഫറൻസ് വരുന്നത് നമുക്ക് ഫ്രണ്ടിലെ ബമ്പറിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം, ഗ്രില്ല് ലോഗോയിൽ വന്നിരിക്കുന്ന ഒരു ചേഞ്ചസ്, നമ്മുടെ ഹെഡ് ലാമ്പ് ടോപ്പ് എൻഡിൽ LED ആയിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ആ ഫ്രണ്ടിൽ വന്നിരുന്ന ആ ലൈൻ ഗ്രീൻ മാറ്റി ഗൺ മെറ്റൽ ഗ്രേയിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. ഇന്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ XT വേരിയന്റിൽ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നും വരുന്നില്ല. നമ്മുടെ ടയർ ഫാബ്രിക്സ് മാത്രം കുറച്ചും കൂടി കംഫോർട്ടായിട്ടുള്ള കുറച്ച് നല്ല ഫാബ്രിക്കിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് ലെതറഡ് സ്റ്റിയറിംഗ് വീൽ വരുന്നുണ്ട്. നമ്മുടെ ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ 10.25 ഇഞ്ചിന്റെ സ്ക്രീൻ ആയിട്ട് ചേഞ്ച് ആവുന്നുണ്ട്. അതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ 2 ടൂട്ടർ അഡീഷണൽ വരുന്നുണ്ട്. കുറച്ചുകൂടി ക്ലാരിറ്റി ഉള്ള മ്യൂസിക് സിസ്റ്റം ആണ്. അങ്ങനെ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് അതിനകത്ത് അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. ഈ വേരിയന്റിൽ നമുക്ക് റിവേഴ്സ് ക്യാമറ വേണമെങ്കിൽ ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. റെഗുലർ വ്യൂസ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ടാറ്റ റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. പെരുമ്പാവൂരുള്ള ഗൂഗിൾ മോട്ടോഴ്സ് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ടാറ്റയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.